ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ഞാൻ എൻ്റെ വാർഡ്രോബിൽ എൻ്റെ ഡ്രസ്സുകൾ എങ്ങനെയാണ് മടക്കി വെക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഭയങ്കര നല്ല രീതിയിലൊന്നുമല്ല, നോർമലായിട്ടാണ് ഞാനെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ ബാസ്ക്കറ്റിലായിരുന്നു തുണി മടക്കി വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ ആയപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി, എടുക്കാനൊക്കെ ഭയങ്കര പാടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാർഡ്ബോർഡ് കൊണ്ട് നമുക്കൊരു ഓർഗനൈസർ ഉണ്ടാക്കാം എന്ന്. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി കാലം മുന്നേ ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഓർഗനൈസർ. എനിക്ക് അതൊക്കെ DIY ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരുന്നു സത്യം പറഞ്ഞാൽ. അയ്യോ, ഇത് ഇനി കാർഡ്ബോർഡ് തപ്പി നടക്കണം, തുണി കട്ട് ചെയ്തെടുക്കണം, ഗമ്മിന് വേണ്ടി അന്വേഷിക്കണം, എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പം ഞാനത് അങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടിരുന്നു, പതുക്കെ ആവട്ടെ. പക്ഷേ ഞങ്ങളിപ്പോൾ വീട് മാറിയപ്പോൾ ഇവിടെ നമ്മുടെ വാർഡ്രോബിൽ ഇങ്ങനെ ബാസ്ക്കറ്റ് വെക്കുമ്പോഴേക്കും അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ശരി, നമുക്ക് ഒരു തുണി വയ്ക്കാൻ വേണ്ടി ഒരു ഓർഗനൈസർ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഈ ഒരു കാർഡ്ബോർഡിന് ഒട്ടിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സാരി പീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സാരി പീസ് വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് നന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് അത്ര നല്ല നീറ്റായിട്ടൊന്നും ചെയ്യാനുള്ള ഐറ്റംസ് ഒന്നും കയ്യിലൊന്നും ഇല്ല. അപ്പം എനിക്ക് കിട്ടിയ ഐറ്റം കൊണ്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കാർഡ്ബോർഡിൽ മുഴുവൻ ഫെവിക്കോളൊക്കെ ഒട്ടിച്ചു, ഒരു ഭാഗം മുഴുവൻ സാരി ഒട്ടിച്ചു വെച്ചു. പിന്നെ അത് നന്നായിട്ട് ഒട്ടാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഒരു ഭാരമുള്ള പുസ്തകവും എടുത്തു വെച്ചു. അപ്പോൾ ഞാൻ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുവാണ്. അപ്പം നമുക്ക് ഇത്ര വില കൂടിയ ഓർഗനൈസറൊക്കെ നമ്മൾ ഓൺലൈനോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നത് കാട്ടി നമുക്ക് കിട്ടുന്ന കാർഡ്ബോർഡ് കൊണ്ട് തന്നെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് നല്ലത്. ഉണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് കൊണ്ട് ഒത്തിരി DIY ഉണ്ടാക്കാൻ പറ്റും. DIY ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഓർഗനൈസർ നമുക്ക് കിച്ചണിൽ പോലും, നമുക്ക് ബാസ്ക്കറ്റ്സ് കുറവാണെങ്കിൽ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് കിച്ചണിൽ പോലും നല്ല രീതിയിൽ കുഞ്ഞു കാർഡ്ബോർഡ് കൊണ്ട് ഇങ്ങനത്തെ നല്ലൊരു ഓർഗനൈസർ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് ഏകദേശം എല്ലാം കൂടി നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കാണാനും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി നീറ്റായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ ഇനി തുണികളൊക്കെ മടക്കി വയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള തുണികൾ നമ്മളെപ്പോഴും ഒരു 6 മാസത്തെ ഒരിക്കൽ, കുറേ തുണികൾ വാങ്ങുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ 6 മാസത്തെ ഒരിക്കൽ നമ്മുടെ ഡ്രസ്സുകളൊക്കെ നമുക്ക് ടൈറ്റായി പോയതോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത തുണികൾ നല്ലതൊക്കെ ആണെങ്കിൽ നമ്മളത് മാറ്റി വെച്ച് ആർക്കെങ്കിലും കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റർ വയ്ക്കാം, ഒരു ഭാഗത്ത് പാൻറ്റ് ഒരു ഭാഗത്തും ടോപ്സ് അങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം. പക്ഷെ ഞാൻ വയ്ക്കുന്നില്ല, എല്ലാം ഒന്നിച്ച് വയ്ക്കുകയാണ്. എനിക്ക് ഈ ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുണികൾ മടക്കുന്ന രീതിയും പിന്നെ തുണികൾ വയ്ക്കുന്ന രീതിയും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നില്ല, നോർമലായിട്ട് തന്നെയാണ് തുണി മടക്കി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ടൈറ്റായി പോയ തുണികളോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള തുണികളാണ് ഞാനിപ്പം മടക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ തുണികളൊക്കെ ആദ്യം എനിക്ക് ആവശ്യമുള്ളത്, വീട്ടിൽ ഇടുന്ന തുണികൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് അടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വീട്ടിൽ ഇടുന്ന ആവശ്യമുള്ള തുണികൾ നമുക്ക് നോക്കാം. അപ്പോൾ അധികം തുണിയൊന്നുമില്ല, നോർമലായിട്ടുള്ള തുണികൾ ഞാൻ നന്നായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഓർഗനൈസറിനകത്ത് നമുക്ക് നന്നായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ടീഷർട്ട് വെച്ചേക്കുന്നത്, അപ്പോൾ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. പാൻറ്റ്സൊക്കെ സൈഡിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഇങ്ങനെ വെക്കത്തില്ല, മാറ്റിക്കൊണ്ടിരിക്കും. ആഴ്ചതോറും ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. എനിക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഫിറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല നമ്മുടെ കാർഡ്ബോർഡാണെന്ന് പറയത്തില്ല, നല്ലൊരു നമ്മുടെ തുണികളൊക്കെ വയ്ക്കാൻ നല്ലൊരു ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. അപ്പം പറ്റുവാണെങ്കിൽ നിങ്ങളും ഇങ്ങനത്തെ ഒരു ഓർഗനൈസറൊക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കൂ, വളരെ നന്നായിട്ടിരിക്കും, നല്ല സ്പേഷ്യസ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് എനിക്ക് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തും വേണമെങ്കിൽ തുണികളൊക്കെ വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നോർമലായിട്ടാണ് ചെയ്തത്, ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.